ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC 2014 തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇന്നലെ ഇട്ട വീഡിയോയിൽ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നർമ്മദ എന്നാണ് ഉത്തരം പറഞ്ഞിരുന്നത്. അത് തെറ്റാണ്. മഹാനദിയാണ് മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. നമുക്ക് ഈ നർമ്മദ നദി ഒന്ന് നോക്കാം. ഇവിടെ മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിൽ നിന്നാണ് നർമ്മദയുടെ ഉത്ഭവം. അപ്പോൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നർമ്മദ റിവർ സഞ്ചരിക്കുന്ന പാത നോക്കാം. മധ്യപ്രദേശിലാണ് അമർകണ്ടക്. അവിടെ നിന്ന് ഉത്ഭവിച്ച ശേഷം നർമ്മദ സഞ്ചരിക്കുന്ന പാതയാണ് നോക്കുന്നത്. അതിനുശേഷം ഗുജറാത്തിലൂടെ ഇവിടെ ഒരു സമുദ്രത്തിലേക്ക് പതിക്കുന്നു. അത് ഏതാണ് സമുദ്രം നോക്കാം. അറേബ്യൻ സീ. അപ്പോൾ നർമ്മദ മധ്യപ്രദേശിലെ അമർകണ്ടക് ഗുഹയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇനി മഹാനദിയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം മഹാനദി പതിക്കുന്നത് ഈ സമുദ്രത്തിലാണ്. ഇത് ബേ ഓഫ് ബംഗാളാണ്, ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജഡ്ജ്. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം രഞ്ജൻ ഗൊഗോയാണ്. രഞ്ജൻ ഗൊഗോയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. 1950 ജനുവരി 28-നാണ് നിലവിൽ വന്നത്. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. സുപ്രീം കോടതിയുടെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യമേത്? ചൈന. ചൈനയാണ് പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം. 1954-ലാണ് പഞ്ചശീല കരാർ. 1954-ൽ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻ-ലായും തമ്മിലാണ്. പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻ-ലായും തമ്മിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. 1984 ഏപ്രിൽ 2-ന് 1984 ഏപ്രിൽ 2-നാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത്. സോയുസ് T-11 എന്ന വാഹനത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. സോയുസ് T-11. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ യൂറി ഗഗാറിനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവയാണ്. വാലന്റീന തെരഷ്കോവയാണ് ആദ്യത്തെ ബഹിരാകാശ വനിതാ സഞ്ചാരി. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി അലക്സി ലിയനോവാണ്. അലക്സി ലിയനോവാണ് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്താരെ?
പിംഗിലി വെങ്കയ്യ. പിംഗിലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ സമിതി അംഗീകരിച്ചത്. ഖാദി തുണിയാണ് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഖാദി തുണി. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലിയാണ്. കർണാടകയിലെ ഹൂബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആറ്റ്ലി പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനമാണ്. ആറ്റ്ലി പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനമാണ്. ധീരമായ ഒരു കാൽവെപ്പ് എന്ന് ആറ്റ്ലി പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ധീരമായ ഒരു കാൽവെപ്പ് എന്ന് ആറ്റ്ലി പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്ത്? ഭരണഘടന. ഭരണഘടനയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ആധികാരികമായ നിയമമാണ് ഭരണഘടന. ഒരു രാജ്യത്തെ ഏറ്റവും ആധികാരികമായ നിയമം ഭരണഘടനയാണ്. രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഘടന നിശ്ചയിക്കുന്നതും അധികാര സ്ഥാപനങ്ങളുടെ അധികാരം നിർണ്ണയിക്കുന്നതും ഭരണഘടനയാണ്. രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഘടന നിശ്ചയിക്കുന്നതും അധികാര സ്ഥാപനങ്ങളുടെ അധികാരം നിർണ്ണയിക്കുന്നതും ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതും പഴക്കം ചെന്നതുമായ ഭരണഘടന അമേരിക്കയുടേതാണ്. ഇംഗ്ലണ്ടിനും ഇസ്രായേലിനും അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ഇംഗ്ലണ്ടും ഇസ്രായേലും അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത് ഏതു വർഷം? 2011. 2011-ലാണ് ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യാണ്. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്. മൈസൂർ നഗരത്തിൻ്റെയും കൃഷ്ണരാജസാഗർ ഡാമിൻ്റെയും ശില്പിയാണ് എം വിശ്വേശ്വരയ്യ. മൈസൂർ നഗരത്തിൻ്റെയും കൃഷ്ണരാജസാഗർ ഡാമിൻ്റെയും ശില്പി എം വിശ്വേശ്വരയ്യാണ്. സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. അത് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ലഫ്റ്റനന്റ് ഗവർണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആകെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. മുഖ്യമന്ത്രിമാരുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പുതുച്ചേരിയും. മുഖ്യമന്ത്രിമാരുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹിയും പുതുച്ചേരിയുമാണ്. 3 സംസ്ഥാനങ്ങളായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. കേരളത്തിൽ മാഹിയിലും ആന്ധ്രയിൽ യാനത്തിലും തമിഴ്നാട്ടിലെ കാരക്കലുമായിട്ടാണ് പുതുച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ 124-ാം വകുപ്പ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നു. ഭരണഘടനയുടെ 124-ാം വകുപ്പ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നു. സുപ്രീം കോടതി വിധി എല്ലാ ഇന്ത്യൻ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോടതി വിധി എല്ലാ ഇന്ത്യൻ കോടതികൾക്കും ബാധകമാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10-നാണ്. 1948 ഡിസംബർ 10-നാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. UN മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. UN മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. UNHRC. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത്?
സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസിയാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന. മനുഷ്യാവകാശം എന്ന പദം രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപപ്പെട്ടതാണ്. പീറ്റർ ബെറൻസനാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ. പീറ്റർ ബെറൻസനാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ. ആസ്ഥാനം ലണ്ടനാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഏഷ്യ വാച്ച്, അമേരിക്കൻ വാച്ച് തുടങ്ങിയ സംഘടനകൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ കീഴിലാണ്. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏതു പേരിൽ അറിയപ്പെടുന്നു? മാൻഡമസ് റിട്ട്. മാൻഡമസ് റിട്ട് എന്ന പേരിലാണ് ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം അറിയപ്പെടുന്നത്. ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരമാണ് റിട്ടുകൾ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. മാൻഡമസ് എന്നതിൽ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. പ്രൊഹിബിഷൻ റിട്ട് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണയെ തടയുകയാണ് റിട്ടിൻ്റെ ഉദ്ദേശം. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണയെ തടയുകയാണ് പ്രൊഹിബിഷൻ റിട്ട്. സെർഷ്യോററി റിട്ട് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. കോവാറൻ്റോ റിട്ട് ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുകയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുകയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ് കോവാറൻ്റോ. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്ന്? 1961. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. 2005 ഗാർഹിക പീഡന നിരോധന നിയമവും 2010 തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമവും നിലവിൽ വന്നു. 2005 ഗാർഹിക പീഡന നിരോധന നിയമവും 2010 തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമവും നിലവിൽ വന്നു. കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത് എങ്ങനെ? ഹാക്കർ. ഹാക്കർ എന്ന പേരിലാണ് കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രക്രിയ ക്രാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രക്രിയ ക്രാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു.